ഉണ്ട്. തന്റെ ജോലി അതല്ല. പിന്നെ എന്താണ് സാർ എന്റെ ജോലി? ഈ നടക്കുന്നൊക്കെ കണ്ട് സമാധാനായിട്ടിരിക്കണമെന്നാണോ? സാറിന്റെ സേഫ്റ്റി നോക്കാൻ ഇത്ര ആളുണ്ടായിട്ടും വിഷം ചേർത്ത ഭക്ഷണം എങ്ങനെ നമ്മുടെ ബെഡ്റൂം വരെ എത്തി? അത് സാറ് ചിന്തിച്ചോ ഒരു വട്ടമെങ്കിലും? അങ്ങനെ പറയാനും മാത്രം എന്ത് തെളിവാ തന്റെ കയ്യിലുള്ളത്? ഇവിടുത്തെ ഭക്ഷണം കഴിച്ചതിന്റെ കുഴപ്പമാണോ അല്ലയോ എന്നുള്ളത് ഫോറൻസിക് റിപ്പോർട്ട് വന്നാലല്ലേ പറയാൻ പറ്റൂ. അത് മനസ്സിലാക്കാൻ ഒരു റിപ്പോർട്ടിന്റെ ആവശ്യമില്ല സാർ. എനിക്ക് നമ്മളെ രണ്ടാളെയും രണ്ടായി പിരിക്കാൻ ശ്രമിക്കുന്നവർ ഈ വീട്ടിൽ തന്നെ ഉണ്ട്. ഞാൻ നോക്കിയിട്ട് ആ ആൾ താൻ തന്നെയാണ് ശ്രീലക്ഷ്മി. എന്നോടൊപ്പം ഒരു കുടുംബമായി സന്തോഷത്തോടെ പോകുന്നതിന് പകരം താൻ എന്നെ എങ്ങനെയൊക്കെ ഇറിറ്റേറ്റ് ചെയ്യാമോ അങ്ങനെയൊക്കെ ഇറിറ്റേറ്റ് ചെയ്യുന്നു. എല്ലാത്തിനും ഒരു പരിധിയാണെന്ന് വിശ്വസിക്കുന്ന ആളാ ഞാൻ. ഇതെല്ലാം ആ പരിധിക്കും അപ്പുറമാണ്. ഈ വീട്ടിൽ എന്നോടൊപ്പം താമസിക്കുന്നത് എന്റെ അമ്മയും അനിയനും അവന്റെ ഭാര്യയാണ്. എത്രയോ വർഷങ്ങളായിട്ട് ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നത്. ഈ പറഞ്ഞവരിൽ ആരെയാണ് ശ്രീലക്ഷ്മിക്ക് സംശയം? രഘുവിന്? അതോ അനിയത്തിക്കുട്ടിയോ? അതോ അമ്മയോ? ഇനി അമ്മ അങ്ങനെ എനിക്ക് വിഷം തന്നാൽ തന്നെ ഉറപ്പായിട്ട് ഞാനത് കഴിച്ചിരിക്കും. എന്നെ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളത് എന്റെ അമ്മ മാത്രമാണ്. താൻ അതിന് ശ്രമിക്കുക പോലും ചെയ്തിട്ടില്ല. ആ അമ്മ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്റെ ഭാര്യയായ തന്നെ. അങ്ങനെയുള്ളപ്പോൾ താൻ അമ്മയെ സംശയിക്കുന്നുണ്ടെങ്കിൽ തന്റെ പോക്കും വഴികളും രീതിയുമൊക്കെ ഒന്നുകൂടെ പുനർപരിശോധിക്കുന്നത് നല്ലതായിരിക്കും ശ്രീലക്ഷ്മി. തന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയില്ല. അത് എന്തായാലും ശരി, അത് വെച്ച് ഈ വീട്ടിലെ ഓരോരുത്തരെയും സംശയിക്കാനാണ് തന്റെ പുറപ്പാടെങ്കിൽ അത് അനുവദിച്ചു തരാൻ ബുദ്ധിമുട്ടുണ്ട്. തനിക്ക് ഭർത്താവില്ലെങ്കിൽ അമ്മയുണ്ട്, അച്ഛനുമുണ്ട്. എനിക്ക് ഭാര്യയില്ലെങ്കിൽ എന്റെ അമ്മ മാത്രമേ ഉള്ളൂ. ഇത്രയും നാൾ ഞാൻ ഓരോന്ന് ക്ഷമിച്ചും സഹിച്ചു നിന്നത് തന്നെ അന്ധമായി സ്നേഹിച്ചിരുന്നതുകൊണ്ടാണ്, വിശ്വസിച്ചിരുന്നതുകൊണ്ടാണ്. ഇത് രണ്ടും താനിപ്പോ താനായിട്ട് തന്നെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഇതിലിനി എനിക്കൊന്നും ചെയ്യാനില്ല ശ്രീലക്ഷ്മി. സാർ, എന്നോട് ഇങ്ങനെയൊന്നും ദേഷ്യപ്പെടരുത്. ദേഷ്യമല്ല, സഹതാപമാണ്. എനിക്ക് എന്നോട് തന്നെ പുച്ഛമാണ് തോന്നുന്നത്. ഞാനെടുത്ത തീരുമാനങ്ങളൊന്നും ഇതുവരെ എന്റെ സമാധാനം കെടുത്തിയിട്ടില്ല. പക്ഷേ തന്റെ കാര്യത്തിൽ എനിക്ക് തെറ്റുപറ്റിയെന്ന് പലപ്പോഴായിട്ട് താൻ തെളിയിച്ചുകൊണ്ടിരിക്കുക. എന്തെല്ലാം പ്രശ്നങ്ങൾക്കൊടുവില് നമ്മൾ തമ്മിൽ ഒന്നാണ്. അതെല്ലാം മറന്നാണ് ഇപ്പോഴുള്ള തന്റെ ഓരോ പ്രവൃത്തികളും. എന്റെ തന്നെ മനസ്സാക്ഷിയോട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല പലതും. അങ്ങനെയുള്ള ഞാൻ ഇതെല്ലാം മറ്റൊരാളോട് പറഞ്ഞ അവർക്ക് എത്രത്തോളം മനസ്സിലാകാനാ? ശ്രീലക്ഷ്മി എന്ന വ്യക്തിയുടെ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിലും ശ്രീലക്ഷ്മിക്ക് എന്നോടുള്ള സ്നേഹത്തിലും പ്രതിഫലിച്ചു തുടങ്ങിയിരിക്കുന്നു. അതൊരിക്കലും നല്ലതിനാവില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ സ്നേഹിച്ച ശ്രീലക്ഷ്മി എങ്ങനെയാണെന്നും എന്നെ എത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്ന് എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോഴുള്ള തന്നെ ഒരു തരത്തിലും എനിക്ക് മനസ്സിലാകുന്നില്ല ശ്രീലക്ഷ്മി. സർ, പ്ലീസ്, വേറെ എന്ത് പറഞ്ഞാലും സാറിനോട് എനിക്കുള്ള ഇഷ്ടത്തിന് കുറവുണ്ടെന്ന് മാത്രം പറയരുത്. എനിക്ക് സാറിനോടുള്ള ഇഷ്ടത്തിൽ നിന്നാണ് ഇപ്പൊ ഞാൻ കുറ്റക്കാരിയായി നിൽക്കുന്നിടം വരെയുള്ള കാര്യങ്ങളിലെത്തിയത്. അത് തെളിയിക്കാനും എല്ലാവർക്കും ബോധ്യപ്പെടുത്തി കൊടുക്കാനും എനിക്ക് കുറച്ച് സാവകാശം കൂടി വേണം. കാരണം എനിക്ക് സാറിനോട് ഇപ്പൊ അതിനെപ്പറ്റി സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നോട് പറയാൻ തനിക്ക് എന്താ ബുദ്ധിമുട്ട്? എന്താ തന്റെ പ്രശ്നം? താൻ വലിയൊരു ബോംബും കൊണ്ടാണ് നടക്കുന്നതെന്നോ? അതോ താൻ തീവ്രവാദിയോ മറ്റാണോ? ഇതൊന്നുമല്ല. ഓരോന്ന് ആലോചിച്ച് തന്റെ കൺട്രോൾ തന്റെ കയ്യിൽ നിന്ന് തന്നെ പോയിരിക്കുക. സമനില തെറ്റിയതുപോലെയാ താനിപ്പോ. യു ഹാവ് ആൻ അൺബാലൻസ്ഡ് മൈൻഡ്. യു ആർ സിക്ക്.
തളരരുത് ശ്രീലക്ഷ്മി. ഒരു വലിയ സത്യം കണ്ടെത്താൻ ഇതുപോലുള്ള കടമ്പകൾ പലതും നിനക്ക് താണ്ടേണ്ടി വരും. ലക്ഷ്യത്തിലെത്താൻ ക്ഷമയാണ് ആദ്യം വേണ്ടത്. രണ്ടാമത് സഹനവും. നിങ്ങളുടെ പ്രണയ സാക്ഷാത്കാരത്തിനു വേണ്ടി സഹിക്കുക, ക്ഷമിക്കുക. ആ രാജാറാം, Are you sure? Ah. Oh, okay. അമ്മേ, അമ്മേ, അമ്മേ. മോനെ, ആ അമ്മേ, രാജാറാം ഇപ്പോ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിരുന്നു. എന്നിട്ട് സുകന്യയുടെ അമ്മയുടെ ശാരീരികാവസ്ഥയ്ക്കും വളർത്തുനായയുടെ മരണത്തിന് കാരണമായ പോയിസൺ ഇവിടുന്ന് കൊണ്ടുപോയ സ്വീറ്റ്സ് കഴിച്ചതുകൊണ്ട് സംഭവിച്ചതെല്ലാം തെളിഞ്ഞു. സ്വീറ്റ്സിൽ പോയിസൺ ഇല്ല എന്നാണ് ഫോറൻസിക് റിപ്പോർട്ട്. മറ്റെന്തോ കഴിച്ചപ്പോൾ ഉണ്ടായ ഫുഡ് പോയിസൺ ആണ് ഈ 2 ഇൻസിഡന്റുകൾക്കും കാരണം. സുകന്യയുടെ അമ്മയെ ഡിസ്ചാർജ് ചെയ്യാനുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അമ്മയ്ക്ക് സമാധാനമായല്ലോ. അമ്മ എന്നോട് ക്ഷമിക്കണം. ഇന്നലെ അമ്മയെ വിഷമിപ്പിക്കുന്ന രീതിയിൽ എന്റെ ഭാഗത്തുനിന്നൊരു തെറ്റുണ്ടായി. അതിനുശേഷം ഒരു 100 തവണ ഈ കാലിൽ വീണ് മാപ്പ് പറയണമെന്ന് ഞാൻ കരുതിയതാ. ഞാൻ എന്തെങ്കിലും അപരാധം